നമസ്കാരം. ASCC മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു. സമാന്തര ശ്രേണിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, PSC പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സമാന്തര ശ്രേണി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ LD പരീക്ഷയിലെല്ലാം സമാന്തര ശ്രേണി ഉറപ്പായിട്ടും ചോദിക്കും. മറ്റുള്ള +2 ലെവൽ പരീക്ഷ, ഡിഗ്രി ലെവൽ പരീക്ഷ എല്ലാം എടുത്തു നോക്കിയാൽ നിങ്ങൾ സമാന്തര ശ്രേണിയിലെ മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും കാണാൻ പറ്റും. ഓക്കെ, എല്ലാ പരീക്ഷയിലും ക്വസ്റ്റ്യൻ ഉണ്ടാകും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സമാന്തര ശ്രേണി. ഓക്കെ, മറ്റേത് ടോപ്പിക്കിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ മുൻ ക്ലാസ്സുകൾ, സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട് മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കണ്ടിട്ടേ ഇത് തുടർന്ന് കാണാവൂ. അങ്ങനെ കണ്ട് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എല്ലാം കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. അപ്പോൾ കണ്ട് പോരുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 6, 10, 14 എക്സെട്ര ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം ഇത് 4 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിശ്ചിത സംഖ്യ വെച്ച് കൂടിക്കൊണ്ട് ഇരിക്കുന്ന സമാന്തര ശ്രേണികളാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു സമാന്തര ശ്രേണിയിലെ 10ാം പദം, 8ാം പദം ഇതിങ്ങനെ എഴുതി പോയി 8ാമത്തെ പദം എങ്ങനെ എഴുതി ഇപ്പോൾ 1ാം പദം, 2ാം പദം, 3ാം പദം, ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്വാഭാവികമായിട്ട് ഇനി 4ാമത്തെ പദം എത്ര? ഇപ്പോൾ 4 വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കും. അടുത്ത 18 ആയിരിക്കും, അടുത്ത 22 ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതിക്കൊണ്ടേ ഇരിക്കാം. പക്ഷേ ഒരു 100ാമത്തെ പദം എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റത്തതല്ല. അപ്പോൾ അത് കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കേണ്ടത്. ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a + n-1 × d. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a + n-1 × d. ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താം. ഒരു സമാന്തര ശ്രേണിയിലെ 10ാമത്തെ പദം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി 10ാം പദത്തിനെ നമുക്ക് A10 എന്ന് എഴുതാമേ. A10 എന്നോ, നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ X10 എന്നായിരിക്കും പഠിച്ചത്, T10 എന്നായിരിക്കും പഠിച്ചത്. എന്താണോ നിങ്ങൾ പഠിച്ചത് അത് എഴുതി ശീലിച്ചാൽ മതി. അപ്പോൾ 10ാം പദം കണ്ടുപിടിക്കുക. എന്തുമായാലും നിങ്ങൾ ഓർക്കുക, 10ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A + A ആദ്യ പദമാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദമാണ് A പ്ലസ് എത്രാം പദമാണോ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത് അതിൽ നിന്ന് കുറച്ച D, 9D. അപ്പോൾ നമുക്കൊരു 16ാം പദം കണ്ടുപിടിക്കണം. 16ാം പദം. ഓക്കെ, അപ്പോൾ 16ാം പദം എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? A പ്ലസ് ഇതിനകത്ത് നിന്ന് 1 കുറച്ച D, 15D. നമുക്കൊരു 100ാം പദം കണ്ടുപിടിക്കണം. 100ാം പദം ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ട് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. 100ാം പദം എന്ന് പറഞ്ഞാൽ A പ്ലസ് ഈ 100ൽ നിന്ന് 1 കുറച്ച D മീൻസ് 99D. ക്ലിയർ അല്ലേ? നമുക്കൊരു 25ാം പദം കണ്ടുപിടിക്കണം. 25ാം പദം എന്ന് പറഞ്ഞാൽ A പ്ലസ് 24D. ഇപ്പോൾ ചുമ്മാ ഞാൻ ഈ സമാന്തര ശ്രേണിയിലെ 25ാം പദം ഒന്ന് കണ്ടുപിടിക്കട്ടെ. 25ാം പദം കണ്ടുപിടിക്കാൻ A + 24D ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഇവിടുത്തെ A എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം, അത് 6 ആണ്. പിന്നെ D പൊതുവ്യത്യാസമാണ്. അതെപ്പോഴും കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്തുകൊണ്ടാണ്. മീൻസ് 10 - 6 നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ എയും ഡിയും അറിയാമെങ്കിൽ പിന്നെ നമുക്ക് എന്തും കണ്ടെത്താം. ഒരു സമാന്തര ശ്രേണിയിലെ നമുക്ക് 25ാം പദമാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 പ്ലസ് 24 × D എത്രയാണ്? 4. അപ്പോൾ 6 + 24 × 4 96. 96 6 എത്ര? 102. എന്നുവെച്ചാൽ ഈ സമാന്തര ശ്രേണി ഇങ്ങനെ എഴുതി പോവുകയാണെ നമ്മൾ 25ാമതായിട്ട് എഴുതാൻ പോകുന്ന നമ്പർ 102 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡലിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ടൈപ്പ്. കുറേ ടൈപ്പ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഞാനത് ഓർഡറി ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഓരോ ക്ലാസ് യഥാർത്ഥത്തിൽ ഓരോ ടൈപ്പാണ്. ഓക്കെ, 10, 16, 22 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 100ാം പദം എന്ത്? നിസ്സാരപ്പെട്ട ചോദ്യം. ഇവിടെ നിങ്ങൾക്കറിയാം ആദ്യ പദം A എന്ന് പറയുന്നത് ആദ്യ പദമാണ്. ഈ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദത്തെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ A, അതിവിടെ 10 ആണ്. പിന്നെ ഉള്ളത് പൊതുവ്യത്യാസമാണ്. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യണം. അത് 16 - 10 നമുക്ക് 6 എന്നും കിട്ടും. Aയും Dയും കിട്ടിയാൽ നമുക്ക് എന്തും കിട്ടും. നമുക്ക് കണ്ടെത്തേണ്ടത് 100ാം പദമാണ്. അപ്പം 100ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എന്ന് നിങ്ങൾ ആദ്യം നോക്കണം. 100ാം പദം എന്ന് പറഞ്ഞാൽ A + 99D. ശരിയല്ലേ? A + 99D. ഇതിൽ A എത്രയാണ് നിങ്ങൾ അന്വേഷിക്കുക? അത് 10 ആണ്. പ്ലസ് 99 × D എത്രയാണെന്ന് നോക്കുക? അത് 6 ആണ്. അപ്പോൾ 10 + 99 × 6. 99 × 6 അടിക്കുക, 100 × 6 അടിക്കുക, 600. എന്നിട്ടൊരു 6 കുറച്ചാൽ മതി. 600 ൽ 6 കുറച്ചാൽ 594. ശരിയല്ലേ? അതായത് ഇത് 100 വിചാരിക്കുക. 100 × 6 600. 600 നിന്ന് ഒരു 6 കളഞ്ഞാൽ പോരെ. കാരണം 100 6 600. 99 6 ഉള്ളു. അപ്പോൾ 100 6
600 ഒരു 6 കളയാം 594. അപ്പോൾ 594 10 കൂടെ കൂട്ടുക, 594 10 കൂടെ കൂട്ടിയാൽ 604 കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം ലഭിച്ചിരിക്കുന്നു 10, 16, 22 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 100ാമത് എഴുതുന്ന പദം 604 ഒരു ക്വസ്റ്റ്യനൂടെ നോക്കാം. ചോദ്യം 8, 6, 4 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 50ാം പദം എന്ത് എന്നതാണ് ചോദ്യം. 50ാം പദം. അപ്പോൾ നമുക്കറിയാം 50ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമുക്കറിയാം. എന്താണ് 50ാം പദം? A + 49D. ഇതിൽ A എത്രയാണെന്ന് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ A ആദ്യ പദമാണ്, അത് 8. D എത്രയാണെന്ന് നോക്കുവാണെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം. സെക്കൻഡ് ടേം 6 ഫസ്റ്റ് ടേം 8. 6 ന് 8 പോയാൽ എത്ര കിട്ടും? -2. അപ്പോൾ ആദ്യ പദം 8 + 49 ഇൻറ്റു D എത്ര? -2 ആണ്. അപ്പോൾ 8 ഒരു പോസിറ്റീവ് നമ്പരും ഒരു നെഗറ്റീവ് നമ്പരുടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നെഗറ്റീവ് കിട്ടും. പിന്നെ 49 × 2 അടിക്കുക. ഫസ്റ്റ് വൺ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഈ ആഡ് ചെയ്യുക വീട്ടുകൊണ്ട്. അപ്പോൾ 49 × 2 എന്ന് പറഞ്ഞാൽ 98. അപ്പോൾ 8 - 98. 8 ഒരു പോസിറ്റീവ് നമ്പറാണ്, 48 ഒരു നെഗറ്റീവ് നമ്പറാണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം. എന്നുവെച്ചാൽ 98 നിന്ന് 8 കളയണം, അപ്പോൾ നമുക്ക് 90 കിട്ടും. എന്നിട്ട് വലുതായ 98ൻ്റെ ചിഹ്നം കൊടുക്കണം, മീൻസ് -90 എന്ന് ഉത്തരം വരും. അപ്പോൾ 8, 6, 4 എന്ന സമാന്തര ശ്രേണിയിലെ 50ാമത്തെ പദം എത്രയാണെന്ന് വെച്ചാൽ -90 എന്ന് കിട്ടുന്നതാണ്. അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. √18, √50, √98 എന്ന ശ്രേണിയിലെ 6ാം പദം എത്ര എന്നാണ് ചോദ്യം. 6ാം പദം എത്ര? വളരെ നിസ്സാരപ്പെട്ട ചോദ്യം. 6ാം പദം എത്ര? പക്ഷേ ഇതൊരു ശ്രേണി എന്നാണ് പറഞ്ഞേക്കുന്നത്, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് സമാന്തര ശ്രേണി ആണോ? ആണെങ്കിൽ 6ാം പദം എഴുതാൻ നമുക്ക് A + 5D ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് സമാന്തര ശ്രേണി ആണോ എന്നറിയാൻ ഇതിൻ്റെ എല്ലാം റൂട്ട് എടുത്തേ പറ്റൂ. എന്നുവെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തിയേ പറ്റൂ. അപ്പോൾ നമ്മളതൊന്ന് സിംപ്ലിഫിക്കേഷൻ നടത്താൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ √18 ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. √18 നമുക്ക് എന്തായാലും അറിയാം, √18 റൂട്ട് പൂർണ്ണമായിട്ടും ഇല്ല എന്നും അതിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ 18നെ ഒരു സ്ക്വയർ നമ്പർ ഇൻറ്റു മറ്റൊരു നമ്പർ എന്ന് എഴുതാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് 9 × 2 എന്ന് എഴുതാം. വേറൊരു വഴിയും കൂടെ ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ 9 × 2 = 18. ഈ 9 ഞാൻ 6 × 3 18 പക്ഷെ ഞാൻ അത് എഴുതിയില്ല, കാരണം 6-നകത്ത് 3-നകത്ത് 6 × 3 18. ഈ 6 ഒരു സ്ക്വയർ നമ്പർ അല്ല, 3 ഒരു സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ ഞാൻ 9 × 2 18. 9 ഒരു സ്ക്വയർ നമ്പറാണ്. ഇനി നിങ്ങൾ നോക്ക്, 9ൻ്റെ റൂട്ട് നിങ്ങളങ്ങ് എടുക്കുക, അപ്പോൾ 3 കിട്ടും. 2ൻ്റെ റൂട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് 3√2 എന്ന് എഴുതുക. അതായത് ഈ 2ൻ്റെ റൂട്ട് √2 എന്ന് എഴുതുക. എന്ന് വെച്ചാൽ √18നെ ചെറുതാക്കിയാൽ 3√2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റായിട്ട് ഈ 18നെ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ, ഇത് വലിയ സംഖ്യകളൊക്കെയാണ് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 18നെ ഫാക്ടറൈസേഷൻ നടത്തുക. ഫാക്ടറൈസേഷൻ അതായത് 18നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് പറ്റും, അപ്പോൾ 9. പിന്നെ എന്തുകൊണ്ട് പറ്റും? 3 കൊണ്ട് പറ്റും, 3. ഇനി നമുക്ക് √18നെ ഇങ്ങനെ എഴുതാവുന്നതാണ്. അതായത് ഇതിനകത്ത് ഒരു സംഖ്യ 2 വട്ടം വെച്ച് വന്നിട്ടുള്ളതിൻ്റെ ലിസ്റ്റ് എടുക്കുക. ഇപ്പോൾ 2 വട്ടം ഉണ്ടോ? ഇല്ല, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. 3 2 വട്ടം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ 3നെ ഒന്ന് വെട്ടിയേക്കുക, വെട്ടിയാൻ കളയുക. 2 എണ്ണം വെച്ച് വെട്ടുക, എന്നിട്ട് ഒരെണ്ണമായിട്ട് റൂട്ടില്ലാതെ എഴുതുക. 2 എണ്ണം വെച്ച് വെട്ടുക, ഒരെണ്ണമായിട്ട് റൂട്ടില്ലാതെ എഴുതുക. ഇനി വേറെ സംഖ്യകളില്ല, 2 മാത്രമേ ഉള്ളൂ. 2നെ വെട്ടാൻ വേറെ 2 ഇല്ല, അത് റൂട്ടിനകത്തും എഴുതുക. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ ബെറ്റർ. ഇനി പറ്റത്തില്ലെങ്കിൽ ഇതേപോലൊക്കെ ഫാക്ടറൈസേഷൻ നടത്തുക. അപ്പോൾ 3√2 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് സംഖ്യ √18 പകരം ഞാൻ 3√2 എന്ന് എഴുതുന്നു. √50 നിങ്ങൾ നോക്ക്. √50നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 25 × 2 എന്ന് എഴുതിക്കൂടെ? അല്ലെ ഫാക്ടറൈസേഷൻ നടത്തി താഴോട്ട് വരിക. 25ൻ്റെ റൂട്ട് നമുക്കറിയാമല്ലോ എത്ര? 5. 2ൻ്റെ റൂട്ട് നമുക്കറിയത്തില്ല, √2. അപ്പോൾ 5√2. ഇതൊരു സമാന്തര ശ്രേണി ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് 3√2, ഇത് 5√2. ഇനി അടുത്ത സ്വാഭാവികമായിട്ട് 7√2 വരണം. 7√2. നമുക്ക് √98 എന്ന് നോക്കാം. √98. √98നെ നമുക്ക് 49 × 2 എന്ന് എഴുതിക്കൂടെ? 49 × 2. 49ൻ്റെ റൂട്ട് 7 അല്ലേ? 2ൻ്റെ റൂട്ട് √2 അല്ലേ? അപ്പോൾ 7√2 എക്സെട്ര. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ആദ്യ പദം A അത് 3√2 ആണ്.
ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം 3√2, 5√2, 7√2 എന്ന് വെച്ചാൽ ഇവിടെ ഒരു നിശ്ചിത സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിശ്ചിത സംഖ്യ ഏതാണെന്ന് കണ്ടെത്താൻ ഈ സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. 5√2-നകത്തുനിന്ന് 3√2 എടുത്ത് കളഞ്ഞാൽ മതി. എത്ര കിട്ടും? 2√2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതുവ്യത്യാസം. ഇതാണ് നമ്മുടെ ആദ്യപദം. ആദ്യപദവും പൊതുവ്യത്യാസം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആറാം പദം കണ്ടെത്താം. അപ്പോൾ ആറാം പദം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആറാം പദം, അപ്പോൾ ആറാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a+5d ആണ്. എ എത്രയാണെന്ന് അന്വേഷിച്ചാൽ 3√2 ആണ്. പ്ലസ് 5 × d എത്രയാണെന്ന് അന്വേഷിച്ചാൽ 2√2 ആണ്. അപ്പോൾ 3√2 തൽക്കാലം അങ്ങനെ വെക്കാം. പ്ലസ് 5 × 2 10, 10√2 എഴുതാം. അപ്പോൾ 3√2ഉം 10√2ഉം കൂടെ കൂട്ടിയാൽ 13√2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ആറാം പദം 13√2. അപ്പോൾ ഓപ്ഷനിൽ 13√2 ഉണ്ടോ എന്ന് നോക്കുക. ഒരു 100% കാണാനുള്ള സാധ്യതയില്ല. കാര്യം എന്ത്? കാരണം ഈ സീരീസ് ഒറ്റ റൂട്ടിനകത്താണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒറ്റ റൂട്ടിനകത്താക്കണം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് 5നെ ഒരു റൂട്ടായിട്ട് എഴുതണം. അപ്പോൾ ഇതിനുള്ള സ്ക്വയർ അകത്തം ഇട്ട് കൊടുത്താൽ പോരെ. 25 റൂട്ട് 25 ആണല്ലോ 5. 4നെ നിങ്ങൾക്കൊരു റൂട്ടായിട്ട് എഴുതണം. 4ൻ്റെ സ്ക്വയർ അകത്തിട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ഇതിനെ നിങ്ങൾക്കൊരു റൂട്ടായിട്ട് എഴുതണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുത്ത് അകത്തിട്ട് കൊടുത്താൽ പോരെ, മതി. എന്നുവെച്ചാൽ 13ൻ്റെ സ്ക്വയർ 169 ഇൻറ്റു √2ൻ്റെ സ്ക്വയർ 2. 13ൻ്റെ സ്ക്വയർ 169. √2ൻ്റെ സ്ക്വയർ, റൂട്ടിൻ്റെ സ്ക്വയർ എപ്പോൾ എടുത്താൽ റൂട്ടില്ലാതായി പോത്തേ ഉള്ളൂ 2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ഉത്തരം 169 × 2 320, 338 റൂട്ട് 338. 9 2 18 ഇഷ്ടമൊന്ന് 6 2 12 13 1 2 2 1 3. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ശ്രദ്ധിക്കണം. ആറാം പദം എന്ന് പറഞ്ഞാൽ √338. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ചെറിയ കാര്യം, കുഞ്ഞൊരു കാര്യം. ആദ്യ പദം 3√2, രണ്ടാം പദം 5√2, അടുത്തത് 7√2, ഇനി അടുത്തതോ 9√2, അടുത്തതോ 11√2. 3 5 7 9 11. അടുത്തതോ 13√2. ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം, ആറാം പദം. അപ്പോൾ ആറാം പദം 13√2 അതടക്കുന്നു. ഇതിനെയാണല്ലോ നമ്മൾ ഒറ്റ റൂട്ടിനകത്താക്കി എഴുതിയത്. ഇതിപ്പോൾ ആറാം പദം ആയതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും 10 താഴെയുള്ളൊരു ചോദ്യം ചോദിക്കത്തുള്ളൂ. 10ാം പദം വരെയൊക്കെ ചോദിക്കാം. അത് കൂടുതലായ വലിയ ഉത്തരത്തിലോട്ടോ. ഇതിപ്പോൾ കണ്ടോ √338. ആറാം പദമായിട്ട് അത്രയായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അത് മാക്സിമം 10 വരെയൊക്കെ പോകത്തുള്ളൂ, 10ാം പദമൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇനി എങ്ങനെ ആയാലും ഒരു 5ാം പദം, 6ാം പദം, 7ാം പദം ഒക്കെ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഇങ്ങനെ ഇടന്ന് ചെയ്യണമെന്നില്ല. ഇനി അല്ല എങ്കിൽ ഈ റൂട്ടുണ്ടായതുകൊണ്ടേ പെട്ടെന്നൊരു ഓർഡർ കാണാൻ പറ്റും അതിനകത്ത്. അപ്പോൾ ആ ഓർഡർ വെച്ചങ്ങ് എഴുതി പോയാൽ മതി. ഓക്കെ, നമുക്ക് ഉത്തരത്തിലെത്താൻ കഴിയുന്നതാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി കഥ ഇനിയുമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാവുന്നതാണ്. ഓക്കെ.